പൈലറ്റുമാരുടെ മാത്രം ഷോർട്ടേജ് അല്ല, ഇവരുടെ ഈ ഫ്രണ്ട്ലി അല്ലേ ഈ എയർലൈൻ, പെർട്ടിക്കുലർ എയർലൈൻ, ആ എയർലൈന്റെ പേര് പറയുന്നില്ല. ഈ പെർട്ടിക്കുലർ എയർലൈൻ പൈലറ്റുമാർ വളരെ അറഗന്റ് ആറ്റിറ്റ്യൂഡാണ്. വളരെ വളരെ അവര് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇവർക്ക് എല്ലാ ഓപ്പറേഷന് വളരെ ബുദ്ധിമുട്ടും. കാരണം 400 ഫ്ലീറ്റ് ഉള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി. അപ്പൊ ഇതിനേക്കാളും വലിയ കമ്പനിയാണല്ലോ എമിറേറ്റ്സ്. എന്ത് സ്മൂത്ത് ആയിട്ട് ചെയ്യുന്നു. ഫോറിനേഴ്സ് വന്നാൽ ഇവർക്ക് ഒരു ഇതുമില്ല. എല്ലാ ഫെസിലിറ്റീസും പേയ്മെന്റും സാലറീസും ഓൾമോസ്റ്റ് ഡബിൾ ദ എമൗണ്ട് ആകുന്നുണ്ട്. പിന്നെ ഫെസിലിറ്റീസ് 5 സ്റ്റാർ ഫ്ലാറ്റ്സ് ആ കൊടുക്കുന്നത് ബോംബെയിലും ഡൽഹിയിലൊക്കെ. 5 സ്റ്റാർ താജിന്റെ ഫ്ലാറ്റ് ആണ് ഇത്. ഇന്ത്യക്കാരാണെങ്കിൽ ഹാഫ് ഓഫ് ദ എമൗണ്ടേ ഉള്ളൂ. അതായത് ഇവിടെ നിന്ന് വിട്ടുപോകാനുള്ള കാരണം എന്ത്? ഗൾഫിലേക്കും അവിടെ ഇവിടെ എല്ലാം ഒമാൻ എയർ, ഖത്താർ എയർവേസ്, പിന്നെ എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഇതിലൊക്കെ പോകാനുള്ള കാരണം എന്താണ്? ഇവിടെ ഷോർട്ടേജ് ആണ്, ഹെവി ഷോർട്ടേജ് ആണ് ഇവിടെ ഈ കമാൻഡേഴ്സിനുള്ളത്. ഈ പൈലറ്റ്സ് അവൈലബിൾ ആണ് ഇപ്പൊ എല്ലാവരും. പിന്നെ ഈ ടോപ്പ് ലെവലിലെ ഈ IAS-കാരും DGCA-കാരൊന്നും ഒന്നും ഇവർക്കൊന്നും ഒരു നോളജേ ഇല്ല. IAS-ന് എന്തറിയാൻ? ഈ IAS ഈ അഡ്മിനിസ്ട്രേഷനിലേ അല്ലേ അറിയത്തുള്ളൂ. ഇവർക്ക് ഈ എയർലൈൻ സിവിൽ ഏവിയേഷനെ പറ്റിയിട്ട് ഒരു ഇതുമില്ല. എന്നോട് ഇതിന്റെ ഇടയിൽ ഒരു IAS ഓഫീസർ പറയാണ്, പ്ലെന്റി ഓഫ് അവൈലബിൾ പൈലറ്റ്സ്, എയർ കേരള എന്ന് പറഞ്ഞ് തുടങ്ങാനുള്ള ഒരു ഇതില് ഞാനും പോയിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ പൊതുവെ ഷോർട്ടേജ് തന്നെയാണ് ഇത്. കാരണം ഈ പെർട്ടിക്കുലർ എയർലൈൻ അവരെല്ലാത്തിനും ഇതിപ്പോ CPL എന്നാണ് ഇതിനെ പറയുന്നത്. ആദ്യം കിട്ടുന്ന ഈ ലൈസൻസിന് അത് അമേരിക്കയിൽ നിന്നൊക്കെ ചെയ്തു വരാം, ഇന്ത്യയും ചെയ്തു വരാം. അത് കഴിഞ്ഞ് ALTP എന്ന് പറയും, എയർലൈൻ ട്രാൻസ്പോർട്ട് ലൈസൻസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2000 hours കഴിഞ്ഞാലേ ഈ LTP ലൈസൻസ് കിട്ടും. അതും കഴിഞ്ഞ് നമ്മുടെ ഈ ട്രെയിനിങ് ഉണ്ട്, ബോയിങ്ങിന്റെ ആയാലും എയർബസിന്റെ ആയാലും. അതൊക്കെ നമ്മൾ സ്വന്തം 10-25 ലക്ഷം ചെലവ് ഇട്ടിട്ട് സ്വന്തം എൻഡോഴ്സ്മെന്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ MBBS കഴിഞ്ഞ് MDക്ക് പോവല്ലോ, ഇത് എന്താ കണ്ണിന്റെയോ തലിന്റെയോ എല്ലിന്റെയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർത്തോ. അതുപോലെയാണ് എയർബസ് അല്ലെങ്കിൽ ബോയിങ്ങിന്റെ ഒക്കെ ഈ എൻഡോഴ്സ്മെന്റ് വേണം. അതിന് ഓൾമോസ്റ്റ് 25 lakhs. മുമ്പ് ഈസ്റ്റ് വെസ്റ്റ്, ഇപ്പൊ നൂറുദ്ദീൻ സാഹിബ് പറയും പോലെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ ഫുള്ള് ഫ്രീ ആയിരുന്നു ചെയ്തിരുന്നത്. ഈ നിങ്ങൾ അറിയുന്നറിയില്ല, ഈ ഇദ്ദേഹം ഉണ്ടല്ലോ, റൈമണ്ട്സിന്റെ ഓണർ, വലിയ മൾട്ടി ബില്യണർ ആണ്, സിംഗാനിയ. അദ്ദേഹത്തിന്റെ പോലും എൻഡോഴ്സ്മെന്റ് ചെയ്ത കമ്പനി ആയിരുന്നു. അങ്ങനെ ആയിരുന്നു പൊതു. ഇവര് ജസ്റ്റ് മണി അല്ലാതെ അവരെ ബെനിഫിറ്റ്. ഇപ്പൊ പറഞ്ഞല്ലോ ഈ ലീൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവർ പൈലറ്റ്സിനെ കൊണ്ട് ക്രൂ ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യണം. അങ്ങനെ ഉണ്ടല്ലോ ഈ ഇത് ഗുണ്ടായിസം, പിന്നെ എന്താ പറയുന്നതിന് അങ്ങനത്തെ ഒരു അറഗന്റ് ആറ്റിറ്റ്യൂഡിലാണ് പെരുമാറുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പാസഞ്ചറോട് ചോദിച്ചു നോക്ക്, 1 കിലോ പോലും അത് പൈലറ്റ് തുമാരാക്കാൻ വയ്ക്കുക, അങ്ങനെയൊക്കെ ചോദിക്കും എയർപോർട്ടിൽ. ഒരു എയർലൈനും പൈലറ്റ്സ് പോയി ക്യാപ്റ്റൻ പോയി പറഞ്ഞ റിക്വസ്റ്റ് ചെയ്ത അവർക്ക് നമ്മുടെ പാസഞ്ചറോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവളോ VVIPs ആരായാലും ഇവർക്ക് ലീസ്റ്റ് ബോധം. അത് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിലുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് ഇവര് DGCL ഇവര് പറഞ്ഞ ഇത് 2 കൊല്ലം മുമ്പ് ഇത് ICAO എന്ന് പറയും, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ആസ് പെർ റൂളാണ് ഇത്. DGC അതൊന്നും ബോധറേ ഇല്ല. ഈ 2 ലാൻഡിങ്സ്, പിന്നെ നൈറ്റ് തുടങ്ങുന്ന എപ്പോ എന്നറിയാം, 00 hours to 5 o'clock വരെയാണ് ഉണ്ടായിരുന്നത്. 12 to 5 midnight. അതിപ്പോ 12 to 6. ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്നറിയോ? ഈ DGCL പുള്ളി ഞാൻ പറയുന്നത് ഇവർക്ക് ഇൻഫ്ലുവൻസ്, ഇവർക്കുള്ള ഇൻഫ്ലുവൻസ് ആര് പറഞ്ഞാലും ദേ ആർ ലീസ്റ്റ് ബോദർ. അത് പിന്നെ ഈ ഹൈ പ്രൊഫൈലിന്നല്ല, പൈലറ്റുമാരും ഇതില്ല, തകരാറില്ലെന്നല്ല, ഇവര് ഇത്രയും ബോണ്ട് അത് ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ ഏതൊരു ജോലിക്കാരെയും. ഇവര് ഫോഴ്സ്ഫുള്ളി ഷെരീഫ്, അവിടെയാണ് എന്റെ ചോദ്യം. DGCA ഇന്ത്യയിലെ വ്യോമയാന മേഖലയെ നിയന്ത്രിക്കുന്ന ഒരു ഏജൻസിയാണ്. അവർക്ക് പവറുണ്ട്, അവർക്കൊരു കാര്യം നടപ്പാക്കാൻ പറ്റും. അവരെല്ലാം ഇത് പക്ഷേ ഒരു DGCAക്ക് ഈ ഇൻഡിഗോയുടെ പേരന്റ് കമ്പനിയും ഇൻഡിഗോയുടെ മുതലാളിയും കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തിട്ടുള്ള സംഭാവന കോടികളാണ്. അപ്പോൾ ഞങ്ങൾ അവർക്ക് സംഭാവന കൊടുക്കുന്നുണ്ട്, ഞങ്ങളെ ഭരിക്കാൻ ആരാണ് എന്നൊരു ധാർഷ്ട്യം ഇവർക്കുണ്ടോ?
അതേ രാഷ്ട്രീയം തന്നെ ഇല്ല. അത് പൈലറ്റുമാരുടെ ഇടയിലും ഈ ഒരു ഇത് ഉണ്ട്, ടോക്ക് ഉണ്ട്. എല്ലാരും വിട്ടു പോകുന്നത് നമ്മുടെ നാട് വിട്ടിട്ട് പോവോ? കാരണം ഇത് പോവാൻ, ഞാനിപ്പോ സൗദിയിലുണ്ടായിരുന്നു. സൗദിയും ദുബായിലെല്ലാം പോവാൻ കാരണം ഈ ഒരു എന്താ പറയാ, ഒരു അറഗൻ ആറ്റിറ്റ്യൂഡും പിന്നെ പിന്നെ ഈ പൈലറ്റ്സ് എന്ന് പറയുമ്പോ അങ്ങനെ ഒരു ക്രൂവിനും പൈലറ്റ്സിനും ഇപ്പൊ 2 മണിക്ക് ഒരു 5 മണിക്കുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരു പൈലറ്റിന് 1 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. 1 o'clock ഗെറ്റ് റെഡി, കാറൊക്കെ വരുമ്പോ ഒരു 1.5 hours ബിഫോർ ഈ ഷുഡ് ബി ഇൻ ദ കോക്പിറ്റ്, ക്രൂവും ക്യാപ്റ്റനും ഒക്കെ. അപ്പൊ ആ ഒരു ടൈം നമ്മൾ നോക്കുന്നത് ഈ പോകുന്ന ജസ്റ്റ് ഇത് അത് ഈ പെർട്ടിക്കുലർ എയർലൈൻ എന്ത് പറയുന്നത് അറിയോ? നിങ്ങൾ എങ്ങനെയെങ്കിലും പോയി വരണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. വേറൊരു എയർലൈനും ഇങ്ങനെയില്ല. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എയർ ഇന്ത്യ ഉണ്ട്, വേറെ കുറെ എയർലൈൻ ഉണ്ടല്ലോ. പിന്നെ ആരെയും ഇവർ മുകളിൽ പൊങ്ങാൻ വിടുന്നില്ല. അതെല്ലാം DGCയും ഗവൺമെന്റും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആസ് യു സെഡ്, നിങ്ങൾ ഇവിടെ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നുള്ള ഒരു തോന്നലുണ്ട്. ഞാൻ ഇതിന്റെ ഇടയില് എന്റെ ഒരു ഫ്രണ്ട്, വലിയൊരാള്, അദ്ദേഹത്തിന് ഒരു എയർലൈൻ തുടങ്ങണം എന്നാണ് ദുബായില് ഞാൻ എൻക്വയറി ചെയ്തത്. അവിടെ എത്രയാണെന്നറിയോ? ആകെ വേണ്ട 5 കോടി രൂപ. ഈ നമ്മുടെ ഈ AOC എന്ന് പറയും, എയർലൈൻ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആണെങ്കിൽ 90 crore എന്തോ ഡിപ്പോസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അത് നൂറുദ്ദീൻ സാഹിബ് അറിയാം എന്നെക്കാളും. ഞാൻ അതിന് പോകുന്നതല്ല, ഇവരെ ഈ ആറ്റിറ്റ്യൂഡ് ഞാൻ പറയുന്നത്. ഈ ക്രൂസിനോടായാലും ഇത് പൈലറ്റ്സിനോടായാലും. പിന്നെ ഇത് ഒന്ന് ടേക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പൊതുവെ പൈലറ്റ്സ് ഉണ്ടാകുന്ന ഞങ്ങൾ തന്നെ ഏറ്റവും വലിയ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അത് നല്ലതല്ല. ഞാൻ പലരോടും പറയാൻ